ഇങ്ങനെയാണ് നമ്മുടെ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ, പക്ഷേ എയർ പോലെ ഒരു ബബിൾ പോലെ ഇവിടെ ഇരിക്കും. ബൺ ഷേപ്പിലിരിക്കുന്ന പൊറോട്ട, അതുകൊണ്ടാണ് ബൺ പൊറോട്ട എന്ന് പേര് വന്നത്. ഓയിലാണ് ഫ്രൈ ചെയ്യണേ. ഈ കോംപ്ലക്സിരിക്കണ എന്നാണ് അതിൽ? അത് അങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വിടണേ. ആണോ? ഫുള്ള് കോംപ്ലക്സിരിക്കണു 91 അന്ന് തൊട്ട് ബൺ പൊറോട്ട ഉണ്ടോ? പൊറോട്ട മട്ടും പൊറോട്ട മട്ടും 5 years. ഓ 5 years ആണ്. ഹായ്, നമ്മളിന്ന് ഇവിടെ മധുരയില് ബൺ പൊറോട്ട കടയിൽ വന്നിരിക്കുകയാണ്. ഇവരാണ് ബൺ പൊറോട്ട കണ്ടുപിടിച്ചത്. പൊറോട്ട എന്ന് പറയുന്നത് തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് ഉത്ഭവം. നമ്മുടെ കേരളത്തിലുള്ള കേരള പൊറോട്ട ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഇംപ്രവൈസ്ഡ് വേർഷനാണ്. 1991 ഒരു കപ്പിൾ സ്റ്റാർട്ട് ചെയ്ത ഒരു റോഡ് സൈഡ് സിഗ്നലിലുള്ള ഒരു കടയാണ്. പേര് കറുപ്പണ്ണ വിജയമ്മ എന്നാണ് കപ്പിൾസിന്റെ പേര്. ബേസിക്കലി ഈ ബൺ പൊറോട്ട എന്ന് പറയുന്നത് ഇവരുടെ പൊറോട്ട മാസ്റ്റർ ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത ഒരു ഇന്നോവേഷൻ ആണ്. ഫേമസ് ആവുന്ന വിചാരിച്ചല്ല അവർ ക്രിയേറ്റ് ചെയ്തത്, പക്ഷെ അത് ഭയങ്കര ഫേമസ് ആയിപ്പോയി. ഇവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ളത് വേറെ ബൺ പൊറോട്ട വേറെ സ്ഥലത്തും കോപ്പി ആയിട്ടുണ്ട്. പല കടകളിലും മധുരയിൽ തന്നെ പലതും ഉണ്ട്. ഇവിടെയാണ് ആദ്യമായി ബൺ പൊറോട്ട ആക്സിഡന്റിൽ ക്രിയേറ്റ് ചെയ്തത്. അവിടെ പോയി എത്തുകയും ചെയ്തു. നമ്മൾ ഇത് എന്താണെന്നൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഇവരുടെ മസ്റ്റ് ട്രൈ ഡിഷസ് എന്താണെന്നും ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ അഭിപ്രായം പറയാം. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നോക്കാം. പൊറോട്ട മൊത്തത്തിൽ 6 തരാണ്. അതിൽ ഒന്ന് കേരള പൊറോട്ട, കുത്ത് പൊറോട്ട, പിന്നെ ഒന്നാണ് ബൺ പൊറോട്ട. ആ ബൺ പൊറോട്ട നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം. ഇവിടെ ഗൂഗിൾ പേ എടുക്കും, കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇങ്ങനെയാണ് നമ്മുടെ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ, പക്ഷേ എയർ പോലെ ഒരു ബബിൾ പോലെ ഇവിടെ ഇരിക്കും. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല നീറ്റായിട്ടാണ് അവർ ഉണ്ടാക്കണേ. നീറ്റ്നെസിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ബൺ ഷേപ്പിലിരിക്കുന്ന പൊറോട്ട, അതുകൊണ്ടാണ് ബൺ പൊറോട്ട എന്ന് പേര് വന്നത്. എന്തായാലും കണ്ടുപിടിച്ച് തന്നെ അത്ഭുതമായി. ഇങ്ങനെ തന്നെ പല പ്രോഡക്ട്സും ആക്സിഡന്റിൽ കണ്ടുപിടിക്കുന്ന യുറേക്ക മൂവ്മെന്റ്സ് ഒരുപാട് ഇൻവെന്റേഴ്സിന് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് തിരക്കാ. പെനിസിലിൻ എന്ന് പറഞ്ഞുള്ള മരുന്ന് തന്നെ ആക്സിഡന്റിൽ ആയിട്ട് ആന്റിബയോട്ടിക്കാണ്. അത് ആക്സിഡന്റിൽ കണ്ടുപിടിച്ചതാണ്. ഇലയിൽ പൊറോട്ട എന്നൊരു സംഭവമുണ്ട്. ചിക്കൻ ഇലയിൽ പൊറോട്ട, അങ്ങനെയാണ് സംഭവം. ഒത്തിരി സംഭവമാണ് നമുക്ക് ചോദിക്കാം. നമുക്ക് എന്നായാലും എല്ലാം ട്രൈ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ. ഓയിലാണ് ഫ്രൈ ചെയ്യണേ. കാരണം അത് ഗീ ആണോ ഓയിലാണോ? അണ്ണ ഓയിൽ, നോർമൽ ഓയിൽ. അണ്ണാ ഇത് തന്നെയാണ് ഇത് മട്ടൺ ചിക്കൻ, വാഴയില പൊറോട്ട, കിഴി പൊറോട്ട. നമ്മുടെ നാട്ടിൽ കിഴി പൊറോട്ട ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയാണ് നമുക്ക് കിട്ടും. ചിക്കനും മട്ടനും ബൺ പൊറോട്ടകളും കൂടി മിക്സ് ചെയ്തിട്ട് വാഴയില അടിപൊളിയായിരിക്കും. ഈ കോംപ്ലക്സിരിക്കണ എന്നാണ് അതിൽ? അത് അങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വിടണേ. ആണോ? ഫുള്ള് കോംപ്ലക്സിരിക്കണം. അതെന്ത് ഇന്നോവേഷൻ ആണോ? ആ ടെക്നോളജി ഇവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഈറ്റിംഗ് ഇന്ത്യ മൊത്തം സാപ്പിടാൻ പോവാം. പോയിക്കൊണ്ടിരിക്കുവാണ്. ഫുൾ ടൈം ഹാർഡ് വർക്കിംഗ് ആണ് എല്ലാവരും. അടിപൊളി. വായിൽ വെള്ളം വരുന്നു, കഴിക്കാൻ കൊതിയാവുന്നു. ഇത് മധുരൈ ബൺ പൊറോട്ട. പല സിറ്റീസിൽ ബൺ പൊറോട്ട ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മധുരൈ ബൺ പൊറോട്ട കട. ഇവിടെ കരിദോശ എന്ന് പറയുന്ന സംഭവമുണ്ട്. കരിദോശയോ? അണ്ണാ ഇവിടെ കരിദോശ, ചിക്കൻ കറിദോശ, ചിക്കൻ്റെ മട്ടൻ്റെ കറിദോശയുണ്ട്. മട്ടൺ ഓംലേറ്റ്, ചിക്കൻ ഓംലേറ്റ്, ചിക്കൻ വളിയൽ, മട്ടൺ വളിയൽ. ഫുൾ സ്പെഷ്യലാണ്. വാഴയില ഒരു ഹൈലൈറ്റ് ആണ്. വാഴയില എന്ത് സാധനം ഇട്ടാലും വാഴയിലയുടെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നു. എവിടെ പോയാലും വാഴ. തമിഴ്നാട്ടിലെ വാഴയില സുലഭമായിട്ട് കിട്ടും. നമ്മുടെ നാട്ടിൽ പോലെയല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ വാഴ ഇല പ്രിന്റഡ് ആയല്ലോ. നമുക്ക് എവിടെയെങ്കിലും കഴിക്കുക. ഇവിടെ തിരക്കായതുകൊണ്ടാണ്, തിരക്ക് കൂടുതലായതുകൊണ്ടാണ് കഴിക്കാൻ സ്ഥലം കിട്ടുന്നില്ല. അപ്പുറം നമ്മുടെ സ്ഥലം തന്നെയാണ്. ആവോ, തിരക്ക് കുറയും അല്ലേ? ഫുള്ളാളാവോ? ഇതാണ് മാസ്റ്റർ. പേരെന്നാ? பேர் பாண்டிபுரம். காலைல மார்னிங் 10 o'clock வரும். രാവിലെ 10 മണിക്ക് വരും. 10 மணிக்கு வரும். 10 மணிக்கு வந்து மாவு போட்டு நல்லா பாலிஷ் பண்ணுவோம். ஒரு 2 மணி நேரம் 3 மணி நேரம் நல்லா ஊற வைப்போம். ஓகே. மாவுக்கு என்னென்ன போடுறோம்னா முட்டை, பால், சீனி. முட்டை, பால், சீனி மிக்ஸ் பண்ணிடுவோம். நல்லா மிக்ஸ் பண்ணிட்டு ஒரு 2 மணி நேரம் நல்லா மாவு நல்லா பாலிஷ் பண்ணிட்டு இருக்கோம். அப்போ அதுக்கு ஒரு 2 மணி நேரம் நல்லா ஊற விடுவோம். இப்போ 4 மணி நேரம் ஆயிடும். 3 மணிக்கு ஸ்டார்ட் பண்ணுவோம். சேல்ஸ் பண்ண டைமிங் பார்த்தீங்கன்னா 4 o'clock. നേരത്തെ മുന്നാടി 2 മണിക്കായിരുന്നു തുടങ്ങിക്കൊണ്ടിരുന്നത്. 2 மணிக்கு மாவு பாலிஷ் ஆகிடும். വേറെ ബ്രാഞ്ച് இருக்கா? வேறு பிரான்ச். ஓ, அது 2 மணிக்கு. அங்கே வந்து 12 o'clock ஸ்டார்ட் ஆகிடும். ஓகே. 12 மணிக்கு அங்கே ரெண்டு பிரியாணி, சாப்பாடு எல்லாம் ஆகிடும். ഇതല്ല ഫസ്റ്റ് സ്റ്റോപ്പ്.
ഫസ്റ്റ് ഇത് ഇതിപ്പോൾ എവിടെ നാളായി തുടങ്ങിയിട്ട് 1991 30 വർഷമായി 30 വർഷമായിട്ടുണ്ട്. നമ്മുടെ പ്രായമുണ്ട് 35 വർഷം. ഈ ബൺ പൊറോട്ട കണ്ടുപിടിച്ച് റാമർ മാസ്റ്റർ ആണ് കണ്ടുപിടിച്ചത്. പുള്ളി ഉണ്ടോ ഇപ്പോൾ? ഇല്ല, പോയി. വേറെ ഇടத்துல വേല ബ്രാഞ്ച് ഓപ്പൺ பண்ணி அவங்க வந்து അങ്ങ് പോയിട്ടാണ്. നിങ്ങൾക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട് മൊത്തം? ഇതുണ്ട് അപ്പർ സിഗ്നലിൽ രണ്ടെണ്ണം. നിങ്ങളുടെ ഓൺഡായിട്ട് രണ്ടെണ്ണം ഉള്ളു ഇവിടെ അപ്പർ സിഗ്നലും. പിന്നെ എംപ്ലോയീസ് ഇവിടെ നിന്ന് പോയി വേറെ ബ്രാഞ്ച് തുടങ്ങിയത്. വേറെ ബ്രാഞ്ച് അവർ കണ്ടുപിടിച്ച ആള് വേറെ ബ്രാഞ്ച് തുടങ്ങി. ഓണറുടെ പേര് വിജയലക്ഷ്മി. ഇത് ഫസ്റ്റ് ബ്രാഞ്ച്. സെക്കൻഡ് ബ്രാഞ്ച് അപ്പുറമുണ്ട്. ഇത് അണ്ണനാണോ കണ്ടിയണ്ണനാണോ ഇതിപ്പോ നടത്തണം മൊത്തം? അണ്ണ റിലേറ്റീവാ? 3 വർഷമായിട്ട് എല്ലാ മാസ്റ്റർ എല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന അത് 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇത് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 4 മണി തൊട്ട് 11 മണി വരെ. 91 അന്ന് തൊട്ട് ബൺ പൊറോട്ട ഉണ്ടോ? பரோட்டா மட்டும் தான் இருந்துச்சு. പൊറോട്ട പാട്ട് பன் பரோட்டா வந்து இப்போ ஒரு 5 இயர்ஸ் தான் இருக்கு. 5 ഇയേഴ്സ് ആണ്. ஒரு பரோட்டா 1 ரூபாய்க்கு கொடுத்தேன். 1 രൂപ. ഇപ്പൊ എത്രയാ? இப்போ 20 രൂപ. അപ്പുറം വൈഫ് നടത്തുക 2 ബ്രാഞ്ച്. 2 பிரான்ச். அண்ணா ஃபேமிலி ரெஸ்டாரண்ட். ഫാമിലി റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് இங்கே தான் எல்லாரும் வருவாங்க. இங்கே கேரளாக்காரங்க ரொம்ப பேர் வருவாங்க சாப்பிட. மதுரைக்கு வந்துட்டாண்டால மீனாட்சி அம்மன் கோயில் சாமி வந்துட்டு நேராக മധുരൈ ബൺ ജീകർദണ്ഡ കുടിച്ചാൽ പോവാം. ഫേമസ് ജീകർദണ്ഡ. ഞങ്ങൾ ഇന്നലെ പോയി ഫേമസ് ജീകർദണ്ഡ. പിന്നെ അമ്മ മെസ്സിൽ ഫുഡ്, കുമാർ മെസ്സിൽ നൈറ്റിൽ. கொஞ்சம் நம்ம பன் பரோட்டா டேஸ்ட் பாருங்க. ஒரு கறி தோசை சொல்லு, ஒரு வாழை இலை போட்டா சொல்கிறேன். ஸ்பெஷல் எல்லாம் கொண்டு வரேன். நல்லா சாப்பிட்டு எல்லாமே எப்படி இருக்குன்னு சொல்லு. ബൺ പൊറോട്ട തിന്നാൻ കൊതിയായിട്ട് പാടുള്ളൂ. അവരാഘോഷിച്ച് കഴിക്കുക. ആ ടേബിൾ ഒന്ന് ക്ലീൻ ആവാൻ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ല ഒരു കടയിലും. കടയാണ് 91 തുടങ്ങി. 90 കടയാണ് തുടങ്ങി. അന്ന് പൊറോട്ട മാത്രം വിൽക്കുന്ന കടയായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഷെഫ് വേറെ എടുത്തുകൊണ്ട് പോയി. ഷെഫ് വേറെ എടുത്ത് പോയി വേറെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും അറിയില്ല. ഇവിടുന്നൊക്കെ ചെയ്യാൻ പഠിച്ചിട്ട് സീക്രസി പഠിച്ചിട്ട് പുറത്ത് പോയി ചെയ്യും സ്വന്തമായിട്ട്. പല മുതലാളിമാരും എന്താ പറയുക, സീക്രസി കുറച്ച് അവരുടെ കയ്യിൽ കൺട്രോൾ വേണം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. പിന്നെ കോമ്പറ്റീറ്റർ ആവും. നെറ്റിലൊരു ആർട്ടിക്കിൾ എഗ്ഗ് വേണ്ടാന്നൊക്കെ പറയും. ഇവിടെ എഗ്ഗ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് പോയി കഴിക്കാം, പിന്നെ ആള് കൂടുള്ളൂ. വരും നമ്മൾ ബൺ പൊറോട്ട 5 കൊല്ലം കൊണ്ട് സാധനം വൻ ഫേമസ് ആയി. ഉണ്ടാക്കണതാണ് രസം. ബിരിയാണി കഴിച്ച് മടുത്തു, ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഡിണ്ടിഗൽ തൊട്ടേ ഡിണ്ടിഗലിൽ അതേ സ്റ്റൈൽ തന്നെയാണ് ഇവിടെ. അതോ ഇവിടുത്തെ സ്റ്റൈൽ തന്നെ അങ്ങോട്ട് പോയതാണോ? അമ്പൂരി ബിരിയാണി സ്റ്റൈൽ വേറെ സ്റ്റൈലാണ്. നമ്മൾ ചോദിക്കാണ്ട് തന്നെ കൊണ്ടുവന്നു. നല്ല സോഫ്റ്റ് നല്ല ചൂടാണ്. ഇതാണ് ബൺ പൊറോട്ടയുടെ ഉള്ളില് ചിക്കൻ ചുക്ക. ഇത് കുടല്, മട്ടന്റെ കുടല്. അത് നമ്മുടെ മറ്റേ പൊറോട്ട മാറി വെക്കുമോ? നാട്ടിലെ കേരള പൊറോട്ട. മധുരയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് മട്ടൻ കറി ദോശ. എല്ലാവരും മൂല്യം ട്രൈ ചെയ്യാം. നല്ല സോഫ്റ്റാണ് പൊറോട്ട. പരീക്ഷിക്കാൻ മനസ്സുള്ളവർക്ക് പുതിയ സാധനം കണ്ടുപിടിക്കാൻ പറ്റും. മട്ടൻ കറി ദോശ. മട്ടൻ കറി ദോശയാക്കി കേട്ടോ. നമ്മളിന്ന് അമ്മ മെസ്സിൽ ബോൺമാരോ ഓംലെറ്റ് കഴിച്ച പോലെ കൊള്ളാം. ഇവരുടെ വൺ ഓഫ് ദി ഹൈലൈറ്റഡ് പ്രൊഡക്റ്റാണ് കറി ദോശ. മട്ടൻ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്താ കണ്ണ് മൊത്തം കോഴിയിലായിരുന്നു. ഉണ്ടാൻ പോലും പോകുന്നില്ല. ഇപ്പോൾ ടേസ്റ്റാണ്, ഒന്നും പറയണ്ട. നാട്ടിലെ ദോശയുടെ ടേസ്റ്റിൻ്റെ ഒരു എലമെന്റ് പോലും കിട്ടിയില്ലോ. ഇതിൻ്റെ ഉള്ളിൽ മിൽക്കുണ്ട്, ഷുഗറുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്താണ് മാവ് ഉണ്ടാക്കുന്നത്. 3-4 മണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നാണ് പയ്യൻ പറഞ്ഞത്. നല്ല ജ്യൂസി, നല്ല മൈദ കിട്ടും. സൂപ്പർ. ചിക്കനിന് തൊട്ടടുത്ത് തന്നെയാണ്. കാരണം ചിക്കനിന് വരുമ്പോൾ എല്ലാവരും മാർക്കറ്റ് ഇറക്കും, കാണാൻ പറ്റും ആൾക്കാർക്ക്. നമ്മൾ നല്ല ഹമ്പ് കൊണ്ടുവയ്ക്കുന്നത് നോക്കുമ്പോൾ ഒന്ന് കഴിച്ചിട്ട് പോകാൻ ആർക്കാ തോന്നാത്ത. സിഗ്നലിൽ നിൽക്കുന്നവർ ഇങ്ങോട്ട് നോക്കുക. സൂപ്പറേ സൂപ്പർ. നമ്മൾ മധുരയിൽ ബൺ പൊറോട്ടയും ട്രൈ ചെയ്തു. നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ചൂട് കാര്യങ്ങളും നമ്മളെ റൂമിനേക്കാളും ചൂട് കുറവാണ്. നമുക്ക് കിഴി പൊറോട്ട നോക്കാം. കിഴി പൊറോട്ടയാണ്. എന്ത് കിഴി ചെയ്ത്? ചിക്കൻ കിഴി പൊറോട്ടയാണ്. മട്ടൻ വാഴയില. എന്നാ പറയുന്ന വായുന്ന വെള്ളമുള്ളൂ. ഇതന്നെ മട്ടൻ ചുക്ക അവിടെ കുഴപ്പമില്ല. കിഴി നമ്മുടെ നാട്ടിൽ ഇതുണ്ട്, പക്ഷേ ഇത് മട്ടൻ കിഴി പൊറോട്ടയാണ്. മട്ടൻ കിഴി ബൺ പൊറോട്ട. ചൂട് ഭയങ്കര. ഇവിടെ എല്ലാം വിളമ്പുന്നത് നല്ല ചൂടോടുകൂടിയാണ്. നല്ലതായിട്ട് വന്നു മട്ടൻ. വെന്ത് നല്ല സെറ്റായിട്ടിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. വാഴയിലുള്ള ഫ്ലേവർ അങ്ങ് കയറിയിട്ടുള്ളത്. നല്ല സ്മൂത്ത്, നല്ല ടേസ്റ്റ്. Cloud9. വാവ്. നല്ല സോഫ്റ്റാണ്.
വെന്ത് നല്ല സെറ്റാക്കി വെച്ചേക്കുക. ചുക്ക എല്ലാം അടിപൊളിയാട്ടോ. തുടങ്ങിയൊരു ആവറേജ് കൊടുക്കാം. അതായത് എനിക്കും തോന്നി മട്ടൻ ചുക്കയും ചിക്കൻ ചുക്കയും നെക്സ്റ്റ് ലീഗ് കോമ്പിനേഷൻ ഭയങ്കര. ബൺ പൊറോട്ടയും മട്ടൻ ചുക്കയും കൂടോടുകൂടിയാണ് അവർ സർവീസിന് കൊടുത്തത്. ഒരു രക്ഷയില്ല. ഇതെങ്ങനെയുണ്ടായിരുന്നു ബ്രോ? അത് കൊള്ളാം, സൂപ്പർ. ബൺ പൊറോട്ട വിത്ത് മട്ടൻ ചുക്ക ഓർ ബൺ പൊറോട്ട വിത്ത് ചിക്കൻ ചുക്ക, പിന്നെ കറി ദോശ ലീഗ്, കിഴി പൊറോട്ട ലീഗ്, 40 ആവറേജ്. ചൂട് കാരണം ടേസ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മധുരയ്ക്ക് പോകാൻ പാട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. പാട്ടൊക്കെ വരുന്നുണ്ട്. നല്ല ഫുഡ് കഴിക്കുമ്പോൾ വായിൽ പാട്ടൊക്കെ വരും. ഒന്നോടെ പറയുകയാണ്, എല്ലാവരും ഉറപ്പായിട്ടും മധുരയിൽ വന്നു കഴിഞ്ഞാൽ ബൺ പൊറോട്ട കഴിക്കാൻ ട്രൈ ചെയ്യാം. ഫസ്റ്റ് പ്രയോറിറ്റി. രാവിലെ വന്ന മുരുകൻ ഇഡലി ഷോപ്പിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉച്ചയ്ക്ക് അമ്മ മെസ്സിൽ ലഞ്ച് കഴിക്കാം. വൈകിട്ട് ഫേമസ് ജിഗർദണ്ഡയിൽ പോയി ജിഗർദണ്ഡ കഴിക്കണം. അത് സ്പെഷ്യൽ ജിഗർദണ്ഡ തന്നെ കഴിക്കണം. ഈവനിങ്ങിൽ മധുരൈ ബൺ പൊറോട്ട കടൈ. ഒരു ദിവസം ഫുഡ് കുശാൽ. ഞങ്ങൾ പലയിടത്തും 10 ട്രൈ ചെയ്തു. ഞങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണത്. മധുരയിൽ വന്നാൽ ഒരു മെനുവിലുള്ള എല്ലാ ഐറ്റംസും ട്രൈ ചെയ്തു. ബൺ പൊറോട്ട ഒത്തിരി കൊണ്ടുതന്നുകൊണ്ടാണ്. ഒത്തിരി കൊണ്ടു തന്നു. ഞാൻ 2 കഴിച്ചോ? ഞാൻ 3 5 ഒക്കെ കഴിയും. ഇതൊക്കെ സിമ്പിളായിട്ട് തീർക്കാൻ പോകും. നമ്മൾ ഓൾറെഡി ഇനിയും പോകണം ഫുഡ് കഴിക്കും. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ആൾക്കാർ, നല്ല സ്നേഹമുള്ള ആൾക്കാർ. നമ്മൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ ധൈര്യത്തോടു കൂടി നമ്മൾ പറഞ്ഞു. എന്നാലും കാഴ്ചപ്പാടേ മാറി കേട്ടോ. മധുരൈ ഫുഡിനോടുള്ള കാഴ്ചപ്പാടേ മാറി. നമ്മളെ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് ഫുഡ് സെർവ് ചെയ്ത ആളാണ്. ചോദിച്ചപ്പോൾ സപ്പോർട്ട് വന്നു, സർവീസ് വന്നു. താങ്ക് യു. വളരെ സന്തോഷം. നല്ല സാപ്പാട്. ഉള്ളതെന്ന് ബെസ്റ്റ്. ഉള്ളതെന്ന് ബെസ്റ്റ്. താങ്ക്സ് അല്ല. വളരെ നന്ദി. മറക്ക മാട്ടെ. ഇനി വരുമ്പോൾ എല്ലാവരും കൂട്ടി വരുക. ഓക്കെ, താങ്ക് യു. നല്ലൊരു അണ്ണൻ. നല്ലൊരു എക്സ്പീരിയൻസ്. മനസ്സ് നിറഞ്ഞു. ഫുഡ് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റായ നമ്മുടെ ഹൃദയം പറയും. ഇല്ലെങ്കിൽ പോലും നമ്മളിവിടെ കഴിച്ച് 2 ഞാനത് 3-4 കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ 5-6 കഴിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു മനുഷ്യൻ. അവസാനം ചായ കിട്ടി. ഏലക്കിട്ട ചായ. ഓണർ നമ്മൾ നല്ല സ്നേഹമാണ്. എൻ്റെ ഒരു മൊത്തത്തിലൊരു അസസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു സീക്രസി ഒരാളുടെ കീപ്പ് ചെയ്യുന്നില്ല. ഒരു ഉണ്ടാക്കുന്ന ആൾ ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. അദ്ദേഹം ഇവിടുന്ന് മാറി വേറൊരു കട സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിഞ്ഞ് വേറെ ഓരോ കടകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അൾട്ടിമേറ്റ്ലി സീക്രസി പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇതൊരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്ററിന് സാധ്യതയുണ്ട്. ഹൈദരാബാദിൽ ഹലീം ഉണ്ടല്ലോ, മട്ടൻ. നാളെ മധുരൈ ബൺ പൊറോട്ട ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് മേ ബി ഒരു 10 വർഷത്തിൽ വരുമായിരിക്കും. എന്ന് പ്രാർത്ഥിക്കട്ടെ. കാരണം ഈ ഏരിയയിലുള്ള പലവരും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇന്ന കട ഇവരാണ് ഫസ്റ്റ് തുടങ്ങിയത്. എന്നാലും ഇവിടുന്ന് പോയ ആൾക്കാർ വേറെ സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് എന്നാലും അവിടെ ഉണ്ടാവില്ല. ഇവർക്ക് തന്നെ 2 ബ്രാഞ്ചുണ്ട്. ഹസ്ബൻഡ് നടത്തുന്നു, അപ്പുറത്തെ സിഗ്നലിൽ വൈഫും നടത്തുന്നു. വൈഫ് അവിടെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് പോലെ നടത്തുന്നത്. ഇത് റോഡ് സൈഡ് കട. എല്ലാവരും ഇവിടെ വരുന്നത് ബിക്കോസ് ഇത് അത്ര ഫേമസ് ആണ്. ഇതാണ് ആദ്യത്തെ കട. അപ്പോൾ കൊള്ളാം. നാടിനെ കുലുക്കിയ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, താങ്ക് യു. ഫോർ വാച്ചിങ്. ബൈ.